സ്വാഗതം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കഥയാണ്. ആ കഥയിലെ ശാന്തിപുരം എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഒരു വലിയ പാറയിൽ മിസ് യു അച്ഛ എന്ന് എഴുതിക്കൊണ്ടിരുന്നു. ആ പാറയിൽ എഴുതി വെച്ചതിന് ശേഷം ആ കുട്ടി പറയാണ്, ഐ മിസ് യു അച്ഛ, എന്നായിരുന്നാലും ഞാൻ എൻ്റെ അച്ഛനെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പാറയെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഗൗരി എന്നൊരു വിളി കേട്ടത്. അപ്പോൾ ആ വിളി കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മുടെ നന്ദയാണ് കേട്ടോ. നന്ദയുടെ കുട്ടിയാണ് ഈ ഗൗരി. എന്നിട്ട് നന്ദ വന്ന് ഗൗരിയോട് ചോദിക്കുകയാണ്, എന്ത് പണിയാണ് നീ കാണിച്ചത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ആരോടും പറയാതെ പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന്. അപ്പോൾ ഗൗരി ചോദിക്കുകയാണ്, എന്തിനാ അമ്മയെ പേടിക്കുന്നത്? എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വലുതാകുമ്പോൾ ഒരു പോലീസ് ആകേണ്ടതല്ലേ എന്ന്. അപ്പോൾ നന്ദ പറയുകയാണ്, ഇപ്പോൾ നീ ഡോക്ടർ നന്ദ വിനയചന്ദ്രൻ്റെ മകളാണ് എന്ന്. അപ്പോൾ നീ വലുതാകട്ടെ, എന്നിട്ട് നീ എന്താകണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് ആ കുട്ടിയോട് നന്ദ പറയുകയാണ്. നീ വളർന്നിട്ട് നമുക്ക് നോക്കാം പോലീസ് ആകണോ ഡോക്ടർ ആകണോ എന്ന്. അപ്പോൾ കുട്ടി പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ പോലീസ് തന്നെ വലുതായിട്ടാകും എന്ന് നന്ദയോട് തർക്കിച്ച് പറയുകയാണ് കുട്ടി. പോകാൻ തുടങ്ങുമ്പോഴാണ് നന്ദ കാണുന്നത് ആ പാറയിൽ എഴുതി വെച്ചിരുന്നത് അച്ഛ ഐ മിസ് യു എന്ന്. അപ്പോൾ നന്ദ മോളോട് ചോദിക്കുകയാണ്, എന്താ മോളെ കാണിച്ച് വെച്ചിരിക്കുന്നേ എന്ന്. അപ്പോൾ മോള് പറയാണ്, ഞാൻ അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് അച്ഛനെ കാണിച്ചു തരുമോ, അല്ലെങ്കിൽ ഒന്ന് പേരെങ്കിലും പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ അമ്മ അതൊന്ന് പറഞ്ഞു തന്നിട്ടില്ലല്ലോ, എനിക്ക് അത്ര വിഷമമായത് കൊണ്ടാണ് ഞാൻ ഈ പാറയിൽ ഇങ്ങനെ എഴുതി വെച്ചതെന്ന് ഗൗരി നന്ദയോട് പറയുകയാണ്. അന്നേരം നന്ദ പറയുകയാണ്, നിനക്ക് അച്ഛനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് നന്ദ ഗൗരിയോട് പറയുകയാണ്. അമ്മ പറഞ്ഞെന്ന് കരുതി എനിക്ക് അച്ഛനില്ലാതെയാകോ എന്ന് ഗൗരി മോള് നന്ദയോട് ചോദിക്കുകയാണ്. ഗൗരിയുടെ സ്കൂളിലെ എല്ലാവരും ഗൗരിയോട് ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ എവിടെയാണെന്നൊക്കെ. അപ്പോൾ ആ വിഷമത്തിലാണ് കുട്ടി ഇങ്ങനെ കാണിച്ചതെന്ന് നന്ദയോട് വിശദീകരിച്ച് പറയുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതമിനെയാണ്. ഗൗതം കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുന്ന ദിവസമാണ് പിന്നെ കാണിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പോയിട്ട് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് ഗൗതം. എന്നിട്ട് ഗൗതമിനോട് DGP പറയുകയാണ്, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ തന്നെ ചാർജ് എടുക്കാൻ കഴിഞ്ഞതിൽ ഗൗതമിന് വളരെ സന്തോഷമാണല്ലേ എന്ന്. അപ്പോൾ ഇത് കേട്ട് ഗൗതം പറയുകയാണ്, എനിക്ക് ഏത് നാടായിരുന്നാലും കുഴപ്പമില്ല, കറക്റ്റ് രീതിയിൽ കർമ്മം ചെയ്യണം എന്നാണ് ഗൗതമിൻ്റെ ആഗ്രഹമെന്ന് DGPയോട് പറയുകയാണ്. എന്നിട്ട് അന്നേരം ഗൗതം പറയുകയാണ്, സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വിഷസൊക്കെ വാങ്ങി ജോലിയിൽ കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതെല്ലാം സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണെന്ന് DGPയോട് ഗൗതം പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ഗൗതമിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം ഫയലുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതമിനൊരു ഫോൺ കോൾ വരുന്നത്. ഫോൺ എടുക്കുമ്പോൾ നന്ദു എന്ന് പറയുന്നൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ നന്ദു എന്ന് പറയുന്ന കുട്ടി ആരെന്ന് വെച്ചാൽ ഗൗതം എടുത്തു വളർത്തുന്ന കുട്ടിയാണ്. അപ്പോൾ നന്ദു അച്ഛനെ വിളിച്ചതാണ്. അവനൊരു സ്പോർട്സ് മീറ്റിന് പോകുന്നത് പറയുവാൻ വേണ്ടിയിട്ട് ഗൗതമിനെ വിളിച്ചതാണ്. അന്നേരം ഗൗതവുമായി സംസാരിക്കുകയാണ് നന്ദു. നന്ദുവിന് കാലിന് സുഖമില്ല, അതുകൊണ്ട് ആ സ്പോർട്സ് മീറ്റിന് അവനെ കാണുവാനുള്ള അവസരം ലഭിച്ചു. അതിന് വേണ്ടി പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതമിനെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഗൗതം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നന്ദുമോൻ പോകുന്നത് എവിടേക്കെന്ന് വെച്ചാൽ ഈ നന്ദയുടെ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഗൗതം പറയുകയാണ്, ആദ്യമായിട്ടല്ലേ മോനെ നീ 3 ദിവസമൊക്കെ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതെന്ന് നന്ദൂട്ടനോട് പറയുകയാണ്. പേടിയുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയണേ, എനിക്ക് പേടിയൊന്നുമില്ല, നല്ല ധൈര്യമാണെന്ന് ഗൗതമിനോട് പറയുകയാണ്. നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുകയാണ്, എനിക്ക് വിഷമമുണ്ടെങ്കിൽ അച്ഛൻ എന്നെ കാണാൻ വന്നാൽ മതിയെന്ന്. അപ്പോൾ ഗൗതം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലം അങ്ങ് ദൂരെയൊന്നുമല്ല, അടുത്ത് തന്നെയാണല്ലോ, ഞാൻ നിന്നെ വന്ന് കണ്ടുകൊള്ളാം എന്ന് കുട്ടിയോട് പറയുകയാണ് ഗൗതം.
അപ്പോൾ അന്നേരം ഗൗതം ചോദിക്കുകയാണ്, നിനക്ക് വിഷമമുണ്ടോടാ സ്പോർട്ട് മീറ്റിൽ നിനക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ എന്ന് നന്ദുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അന്നേരം ഗൗതം തന്നെ പറയുകയാണ്, നിനക്കൊരു വിഷമവും വേണ്ട, അടുത്ത പ്രാവശ്യം കാലെല്ലാം സുഖമായിട്ട് നിനക്ക് ആ മീറ്റിൽ പങ്കെടുക്കാമെന്ന് നന്ദുവിനോട് പറയുകയാണ്. അടുത്ത സ്പോർട്ട് മീറ്റിൽ നീ ഉറപ്പായിട്ടും പങ്കെടുക്കും എന്നൊക്കെ ആശ്വസിപ്പിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഗൗതം. പിന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നന്ദു അമ്മയെന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ ഓടിയെത്തുന്നത് ആരാന്ന് വെച്ചാൽ പിങ്കിയെയാണ് അവിടെ കാണിക്കുന്നത്. പിങ്കി അന്നേരം പോകാനുള്ള ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ നന്ദുട്ടൻ അടുത്തേക്ക് വരുന്നത്. അന്നേരം പിങ്കി പറയുകയാണ്, 2-3 ദിവസത്തേക്ക് നന്ദു എൻ്റെ അടുത്തില്ല, എനിക്ക് വളരെയധികം വിഷമമാണ് എന്ന് പിങ്കി പറയുകയാണ് നന്ദുവിനോട്. എന്നിട്ട് പിങ്കി പറയുകയാണ്, എന്തായാലും നന്ദുട്ടൻ സ്പോർട്ട് മീറ്റിൽ പോകണം, എന്നിട്ട് പങ്കെടുത്തിട്ട് നന്നായിട്ട് വരണം എന്ന് പിങ്കി പറയുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, അതിന് ഞാൻ അവിടെ മത്സരിക്കാനല്ലല്ലോ അമ്മ അവിടെ പോകുന്നത്, കാണാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പിങ്കിയോട് നന്ദു പറയുകയാണ്. എൻ്റെ കാലിന് സുഖമില്ലല്ലോ, അപ്പോൾ കാലിന് കുഴപ്പമില്ലായിരുന്നെങ്കിൽ എനിക്കും പങ്കെടുക്കാമായിരുന്നു എന്ന് പിങ്കിയോട് പറയുകയാണ്. ഇത് കേട്ടതും പിങ്കി മോനെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറയുന്നു, മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അടുത്ത പ്രാവശ്യം മോന് എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ കഴിയും എന്ന് പിങ്കി മോനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്. എല്ലാം ശരിയാകും, അമ്മ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പിങ്കി മോനോട് പറയുകയാണ്. അന്നേരമാണ് ലക്ഷ്മി അവിടേക്ക് വരുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുകയാണ്, പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ എന്ന് പറയുകയാണ്. കണ്ണീറൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞിടാൻ വന്നതാണ് ലക്ഷ്മി എന്ന് ആ കുഞ്ഞിനോട് പറയുകയാണ്. എന്നിട്ട് ഒഴിഞ്ഞിട്ടിട്ട് ലക്ഷ്മി പറയുകയാണ്, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ അച്ചമ്മയ്ക്ക് മോനെ കാണാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് അമ്മമ്മയ്ക്കൊരു ചക്കര ഉമ്മ തരണം എന്ന് ആ കുട്ടിയോട് പറയുകയാണ്. അന്നേരം നന്ദുമോൻ ലക്ഷ്മിക്ക് ഉമ്മ നൽകുകയാണ്. അന്നേരം ലക്ഷ്മിക്ക് മോൻ ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചും ഉമ്മയൊക്കെ മേടിക്കുന്നുണ്ട്. അതിനുശേഷം സന്തോഷത്തോടെ മോൻ സ്പോർട്സ് മീറ്റിന് പോവുകയാണ്. അതിനുശേഷം നന്ദയാണ് കാണിക്കുന്നത്. നന്ദ ഗൗരിയും കൊണ്ട് വരികയാണ്. അപ്പോൾ അവിടെ നളിനി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്, പിങ്കിയുടെ മോളെ നോക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അന്നേരം നളിനി ഇത് ഗൗരിക്ക് കുടിക്കാനുള്ള പാലും കൊണ്ട് വരികയാണ്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഗൗരി പറയുകയാണ്, അമ്മ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എന്നിരുന്നാലും അമ്മ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം വാഷ് ബേസിൽ പോയിട്ട് ഗൗരി കൈ കഴുകുകയാണ്. കൈയൊക്കെ കഴുകിയിട്ട് തിരിച്ച് വരുമ്പോൾ നളിനി പറയാണ്, ഇനി ഈ പാലൊന്ന് കുടിക്കുന്ന. അപ്പോൾ ഗൗരി പറയുകയാണ്, ഞാൻ പാല് കുടിക്കത്തില്ല, ഞാൻ അമ്മയോട് പിണക്കമാണെന്ന് പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകുകയാണ് ഗൗരി. അമ്മയോട് പലതവണ ഞാൻ ചോദിച്ചിട്ടും എൻ്റെ അച്ഛൻ ആരാന്ന് പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരി റൂമിലേക്ക് പിണങ്ങിപ്പോയത്. അന്നേരം നളിനി ചോദിക്കുന്നുണ്ട് നന്ദയോട്, മോളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദ പറയാണ്, ഞാൻ മരിച്ചാലും ഞാൻ പറയത്തില്ല എൻ്റെ മോളോട് എന്നൊക്കെ പറയുകയാണ്. അത്രയും വാശി വേണോ എന്ന് നളിനി നന്ദയോട് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ അത് അവളോട് പറയത്തില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുകയാണ് നളിനിയോട്. അന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദയ്ക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ ഗൗരിയുടെ സ്കൂളിലെ പ്രിൻസിപ്പളാണ് അന്നേരം നന്ദയുടെ ഫോണിലേക്ക് വിളിച്ചത്. അപ്പോൾ അവരുടെ സ്കൂളിലെ സ്പോർട്ട് മീറ്റിന് വേണ്ടി നന്ദയെ വിളിക്കുകയാണ്. ചെറിയ രീതിയിലൊരു സ്പോർട്സിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഡോക്ടറിനെ വേണമല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ നന്ദനെ ഗൗരിയുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അതിനുശേഷം നന്ദ പറയണു, ഉറപ്പായിട്ടും ഞാൻ അവിടെ സ്കൂളിൽ പങ്കെടുക്കാം എന്ന് സന്തോഷത്തോടു കൂടി പ്രിൻസിപ്പലിനോട് അവൾ പറയുകയാണ്. അതിനുശേഷം നളിനിയോട് ഈ കാര്യം സംസാരിക്കുന്നു നന്ദ. അപ്പോൾ നളിനി പറയാണ്, പിണക്കത്തിലായിരിക്കുന്ന നന്ദയോടൊപ്പം
ഗൗരിമോള് സ്കൂളിലോട്ട് വരുമോ എന്ന് നന്ദയോട് ചോദിക്കുന്നതാണ് നളിനി. നന്ദ പറയണം അതെല്ലാം ശരിയാകുമെന്ന്. അപ്പോൾ നളിനി പറയണം അതെനിക്കറിയില്ല, നല്ല വാശിയിലാണ് മോളെന്ന് നളിനി നന്ദയോട് പറയുകയാണ്. അപ്പോൾ നളിനി പറയുകയാണ് നന്ദയുടെ മോളല്ലേ, നല്ല വാശിയുള്ളവളാണ് എന്ന് നന്ദയോട് പറയുകയാണ് നളിനി. അടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ പിങ്കിയാണ്. പിങ്കി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവിടേക്ക് പവിത്രയും ലക്ഷ്മിയും വരികയാണ്. അപ്പോൾ അന്നേരം ലക്ഷ്മി ചോദിക്കുകയാണ് മോൾ അമ്പലത്തിൽ പോവുകയാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ പിങ്കി പറയുകയാണ് അതേ, ഇത് മോന് വേണ്ടിയും ഗൗതം സാറിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറയുന്നു മോള് എത്രയൊക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത്, ഗൗതമിന് വേണ്ടിയും മോന് വേണ്ടിയൊക്കെ നല്ല കാര്യങ്ങളാണ് മോള് ചെയ്യുന്നതെന്ന് ലക്ഷ്മി പിങ്കിയോട് പറയുകയാണ്. അന്നേരം ലക്ഷ്മി ചോദിക്കുകയാണ് ഗൗതം നിന്നെ വിളിച്ചിരുന്നോ എന്ന്. അപ്പോൾ പിങ്കി പറയണമെന്ന് എന്നെ അങ്ങനെയൊന്നും വിളിക്കത്തില്ലല്ലോ, മോനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മയെ വേണമല്ലോ, അത് കരുതിയല്ലേ എന്നെ താലി കെട്ടിയതെന്ന് ലക്ഷ്മിയോട് പറയുകയാണ്. അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പിങ്കി പറയുകയാണ് ലക്ഷ്മിയോട്. എന്നെ ഒരിക്കലും ഒരു ഭാര്യയായിട്ട് ഗൗതം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ലക്ഷ്മിയോട് പറയുന്നത്. എന്നായിരുന്നാലും മോൾ ഇത്രയെല്ലാം ഗൗതമിന് വേണ്ടി ചെയ്യുന്നില്ലേ, അതെല്ലാം ഗൗതം എന്തെങ്കിലും മനസ്സിലാക്കും, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ പിങ്കി പോകുമ്പോഴത്തേക്കും ലക്ഷ്മി പവിത്രയോട് പറയുകയാണ് മോൾക്ക് നല്ല വിഷമമുണ്ടെന്ന്. അന്നേരം പവിത്ര പറയാണ് പിന്നെ വിഷമം കാണാതിരിക്കൂ, ഗൗതം ഏട്ടൻ കണ്ടില്ലേ പിങ്കി ചേച്ചിയോട് ഒരു സ്നേഹവുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എത്ര കാലമായി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്ന് പവിത്ര ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. യാതൊരു തരത്തിലുമുള്ള പരിഗണന ഗൗതം പിങ്കിക്ക് കൊടുക്കുന്നില്ലല്ലോ എന്ന് ലക്ഷ്മിയോട് പവിത്ര പറയുന്നു. അപ്പോൾ ലക്ഷ്മി പറയുകയാണ് അതെല്ലാം ശരിയായി വരും ഒരു നാൾ എന്ന് ലക്ഷ്മി പറയുകയാണ്. കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗൗരിമോളെയാണ്. ഗൗരിമോളുടെ പിണക്കം മാറ്റുവാൻ വേണ്ടി നന്ദ റൂമിലേക്ക് വന്നിരിക്കുന്നു. നന്ദ എന്തൊക്കെ പറഞ്ഞിട്ട് മോളുടെ പിണക്കം മാറുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പിണക്കം മാറുന്നില്ലല്ലോ എന്ന് കേട്ടിട്ട് ഇന്നലെ പറഞ്ഞ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നന്ദ കഥ പറയുകയാണ്. അപ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മോള് പിന്നെ പിണങ്ങിയിട്ട് എണീക്കുകയാണ്. എണീറ്റ് നളിനി കൊണ്ടുവരുന്ന പാല് കൊടുക്കുകയാണ് ഗൗരിമോള്. അതിൻ്റെ കൂടെ തന്നെ മോളുടെ സ്കൂളിലേക്ക് പോകുന്ന കാര്യവും ഗൗരിമോളുടെ നന്ദ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഒരുപാട് സന്തോഷമായി, അമ്മയും അത് സ്കൂളിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തിലായിരുന്നു ഗൗരിമോള്. അപ്പോൾ നളിനി പറയുകയാണ് മോളെപ്പോൾ കഥ പറഞ്ഞാലും അതിലൊരു പോലീസിൻ്റെ ഒരു ടച്ച് ഉണ്ടെന്ന്, പോലീസ് വേഷത്തെക്കുറിച്ച് പറയുകയാണെന്ന്. അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ നളിനി പറയണം അതെങ്ങനെയാണ്, പോലീസിൻ്റെ ബ്ലഡ് അല്ലേ എന്ന് നളിനി തന്നെ പറയുകയാണ്. അന്നേരം ഹോണിംഗ് ബെല്ലടിക്കുന്ന ഒരു സൗണ്ടായിരുന്നു കേട്ടത്. അത് കേട്ട ഉടനെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ആയിരുന്നു അവിടെ എത്തിയത്. അപ്പോൾ ആ സ്ത്രീ അവിടുത്തെ നേരത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അവരുടെ ആ സ്ഥാനം പോയി, അതിന് കാരണം നന്ദയാണെന്ന് ആണ് അവർ പറയുന്നത്. ഇവിടെ ഒരു പാർട്ടി നടന്നു. അപ്പോൾ ആ പാർട്ടിയിലെല്ലാം DJ പാർട്ടിയിൽ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നതായിട്ട് പിങ്കി പരാതി കൊടുത്തു. അത് കാരണമാണ് അവരുടെ ആ സ്ഥാനം പോയത്. അപ്പോൾ അങ്ങനെ അന്വേഷണം വന്നപ്പോൾ ഇവരുടെ മകനായിരുന്നു അതിൽ പ്രധാന പ്രതിയായത്. അപ്പോൾ അതിന് ശേഷം ആ മകനെ ശിക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ വാശി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് നന്ദയെ കാണാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ അവിടേക്ക് എത്തിയത്. അവരുടെ ആ പ്രതികാരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്ദയെ കാണാനായി അവിടെ എത്തിയത്. അപ്പോൾ അന്നേരം നന്ദ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു ഡോക്ടറാണ്, ആർക്കും ഒരു രോഗവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എന്ന്. എന്നിട്ട് നന്ദയോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ പ്രതികാരം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എത്തിയത്, അത് ഞാൻ തീർക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവരാണ് വന്നത്. അപ്പോൾ അതിനുശേഷം പറയുകയാണ് ഇത് നിൻ്റെ മോൾക്ക് തന്നെ കൊടുത്തേക്കും, നിൻ്റെ മകളെ വെച്ച് തന്നെ ഞാൻ നിനക്കൊരു ശിക്ഷ തന്നിരിക്കുമെന്ന് നന്ദയോട് പറയുകയാണ്. ഞാൻ എൻ്റെ മകനെ ഓർത്ത് വേദനിക്കുന്നത് പോലെ നീ നിൻ്റെ മകളെ ഓർത്ത് വേദനിക്കേണ്ട സാഹചര്യം ഞാൻ നിനക്ക് കൊണ്ടുവരും എന്നാണ് ആ സ്ത്രീ നന്ദയോട് പറയുന്നത്.
അവരവിടെ നിന്ന് നന്ദയോട് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നന്ദ നല്ല ടെൻഷനോട് കൂടി നോക്കി നിൽക്കുന്ന രംഗത്തോടു കൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്.